ശാരിക നൂറയും കൂടെ ഭയങ്കര ഉടക്ക് കേട്ടോ ലൈവിൽ. ശാരി അവിടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നൂറയും അനുമോളും കൂടെ അങ്ങോട്ട് നടന്നു വന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് അനുമോൾ ചോദിച്ചു. നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി പണിയുണ്ടല്ലോ, അത് മാത്രം ചെയ്താൽ നിങ്ങൾ കണ്ടസ്റ്റൻ്റ് അല്ലേ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് പണിയൊന്നുമില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പം നൂറ ചോദിക്കും, എന്തിനാണ് ഇവിടെ മുടയിറക്കുന്നത് നിങ്ങൾ, ഹെൽപ്പ് വേണമെന്നല്ലേ ചോദിച്ചോളെന്ന് നൂറ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ശാരിക അങ്ങോട്ട് പൊട്ടി അങ്ങ് തെറിക്കുകയാണ്. താൻ ഈ തൊടുന്നതിനൊക്കെ എന്തിനാ മുടയാണെന്ന് പറയുന്നത്? എൻ്റെ ടോൺ അങ്ങനെയാണ്. എന്തോ ഞാൻ ഇപ്പോഴാണല്ലോ മുടയാണെന്ന് പറഞ്ഞത്, ഞാനെന്തോ മുടയാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്നും പറഞ്ഞ് ശാരിക. നിങ്ങൾക്കൊരു പണി തന്നില്ലെങ്കിൽ ഞാൻ മുടയാണോ? നിങ്ങളുടെ ടോണ് കേട്ടാൽ ഞാൻ ചോദിച്ചൂടെ മുടയാണോ എന്ന്? ആര് മുട, എന്ത് മുട? അല്ല, താൻ ഉദ്ദേശിക്കുന്ന ആൻസർ ഞാൻ തരണോ? നിങ്ങൾ ഈ കാണിക്കുന്നത് മുടയല്ലേന്ന് വീണ്ടും നൂറ ചോദിക്കുന്നുണ്ട്. ശാരികയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. താൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എന്തിനാ നിങ്ങൾ പറയുന്നത്? കുറച്ചൊക്കെ മയത്തി പറ. അത് താൻ പഠിക്കുക ആദ്യം, എങ്ങനെ മയത്തി സംസാരിക്കേണ്ടെന്ന് താൻ പഠിക്കുക എന്ന് ശാരിക. താനെന്നൊന്നും എന്നെ വിളിക്കേണ്ട, എനിക്ക് പേരുണ്ട്, നൂറെന്ന് വിളിച്ചാൽ മതിയെന്ന് നൂറ. പിന്നെ നീ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് എന്താന്ന് ശാരിക ചോദിക്കുന്നുണ്ട് നൂറയോട്. അപ്പം നൂറ പറയാം, എപ്പോൾ വിളിച്ച്? നേരത്തെ വന്നപ്പോഴും വിളിച്ചിട്ടുണ്ടല്ലോ എടി ശാരികയെന്ന്. അന്നേരം നൂറ പറയാം, എൻ്റെ പഴമെടുത്ത് നിങ്ങൾ എന്നാൽ പിന്നെ നിങ്ങൾ എടി പൊടിയെന്ന് വിളിക്കണ്ടായോ? ഞാൻ അനുവിൻ്റെ സാധനം വന്ന് എടുത്തിട്ടില്ലേ? അനു എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്നെ ഒന്നും എടി പൊടിയെന്ന് വിളിച്ചിട്ടില്ലല്ലോ. അന്നേരം നൂറ പറയാം, എൻ്റെ സാധനമാണ് വന്ന് എടുത്തത്, എൻ്റെ പഴമാണ് എടുത്ത് തന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിൻ്റെ പഴമാണെന്ന്, നിൻ്റെ ബാസ്ക്കറ്റാണെന്ന് ശാരിക ചോദിക്കുന്നു. എഴുതിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അത് എൻ്റെ ബാസ്ക്കറ്റാണെന്ന് നൂറ വീണ്ടും പറയുന്നു. ഒന്ന് പോടോ അവിടെ നിന്ന് നൂറ. അപ്പോഴത്തേന് ശാരിക പറഞ്ഞു, പോടോ തരത്തിൽ പോയി കളിക്കട്ടോ, പോടോ. അൺലിമിറ്റഡ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനായിട്ട് വന്നേക്കുകയാണെന്ന് നൂറ പറയുന്നത്. ആവശ്യത്തിനുള്ള സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് നമ്മുടെ ശാരിക പറയുന്നുണ്ട്. ഭയങ്കര വഴക്കടയ്ക്ക്. അപ്പോഴേക്കും ശൈത്യ അങ്ങോട്ട് വരുന്നു. അപ്പോൾ ശൈത്യയോട് ശാരിക വിവരിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന എന്തോ പ്രശ്നമെന്ന്. വലിയ തർക്കം ഉടക്കി രണ്ടുപേരും. ശാരിക അങ്ങ് ചിരിച്ചു പോയി ആ പറയുന്ന കേട്ടിട്ട്. അപ്പോഴത്തേന് പറയണേ ഭയങ്കര വെള്ളത്തിൽ വന്നതായിരുന്നു, പക്ഷേ ചിരിച്ച് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് നൂറ കളിയാക്കുന്നുണ്ട്. അപ്പം തമാശയ്ക്ക് ഉള്ള വഴക്കടിയിലാണ്. എന്നിട്ട് അനുമോൾ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം എൻ്റെ ഷാരു വളരെ നല്ലതാണെന്ന്. അപ്പം ശാരിക പറയാണ്, എനിക്കിവിടെ ഒരാളോട് ഭയങ്കരമായ ദേഷ്യമുണ്ട്, അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ആ വ്യക്തിയോട്, അതാരെന്ന് പറയുന്നില്ല.